എല്ലാവർക്കും സ്വാഗതം. +1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സാണിത്. 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ പറ്റിയാണ്. കൂടെ അവഗാഡ്രോസ് ലോയും ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയും സംസാരിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് റിലേറ്റീവ് അറ്റോമിക് മാസിനെ പറ്റിയും റിലേറ്റീവ് മോളിക്കുലർ മാസിനെ പറ്റിയും പിന്നെ അതുപോലെ പെർസെൻറ്റേജ് കോമ്പോസിഷനെ പറ്റിയുമാണ്. 3ാമത്തെ ക്ലാസ്സിലാണെങ്കിൽ മോൾ എന്ന കൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കി. പിന്നെ ആ മോൾ കൺസെപ്റ്റിനെ ഗ്രാം അറ്റോമിക് മാസുമായിട്ട് റിലേറ്റ് ചെയ്യുക, ഗ്രാം മോളിക്കുലർ മാസുമായിട്ട് റിലേറ്റ് ചെയ്യുക, പിന്നെ STPയിൽ സൂക്ഷിക്കുന്ന ഗ്യാസിന്റെ വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത ചെറിയ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോളിക്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ മോളിക്കൂളിന്റെ സിംപ്ലസ്റ്റ് ഫോർമുല എന്നറിയപ്പെടുന്ന എംപിരിക്കൽ ഫോർമുലയെ പറ്റിയും അതുപോലെ തന്നെ ആ മോളിക്കൂളിന്റെ മോളിക്കുലർ ഫോർമുലയെ പറ്റിയുമാണ്. അപ്പോൾ നമ്മുടെ ഹെഡിങ് അതാണ്, സിംപ്ലസ്റ്റ് ഫോർമുല എന്നറിയപ്പെടുന്ന എംപിരിക്കൽ ഫോർമുല, പിന്നെ മോളിക്കുലർ ഫോർമുലയും. ഒരു ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് എന്ന മോളിക്കൂളിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6 ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ മോളിക്കുലർ ഫോർമുല പരിശോധിക്കുന്ന സമയത്ത് ഏതൊക്കെ എലമെന്റ് കൊണ്ടാണ് ആ കോമ്പൗണ്ട് നിർമ്മിച്ചിട്ടുള്ളതെന്നും ആ എലമെന്റ് ഓരോന്നും എത്ര വീതമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി എംപിരിക്കൽ ഫോർമുല മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അപ്പൊ സിംപ്ലസ്റ്റ് ഫോർമുല കിട്ടണമെങ്കിൽ 6 എന്നറിയപ്പെടുന്ന ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ് കിട്ടേണ്ടത്, സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അപ്പൊ അതുകൊണ്ട് 6 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് C ആയി, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് H2 ആയി, ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് O ആയി. അപ്പോൾ ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുല CH2O എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കി, എംപിരിക്കൽ ഫോർമുല കണ്ടാലും മോളിക്കുലർ ഫോർമുല കണ്ടാലും ഏതൊക്കെ എലമെന്റ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒറിജിനൽ നമ്പേഴ്സ് വരുന്നത് മോളിക്കുലർ ഫോർമുലയും സിംപ്ലസ്റ്റ് റേഷ്യോ പറയുന്നത് എംപിരിക്കൽ ഫോർമുലയിലുമാണെന്ന് ഓർത്തോണം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പുതിയ ഫോർമുല ഉണ്ടാക്കിയെടുക്കാം. അതിങ്ങനെയാണ്, എംപിരിക്കൽ ഫോർമുലയെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, എംപിരിക്കൽ ഫോർമുലയെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. സോ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല, മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എ നമ്പർ, എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എ നമ്പർ. ഓക്കെ, ശരി. ഇനി 1-2 എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഈത്തേൻ എന്നൊരു മോളിക്കൂളിന്റെ മോളിക്കുലർ ഫോർമുല എല്ലാവർക്കും അറിയാം, C2H6 ആണ്. എങ്കിൽ ഈത്തേൻ എന്ന മോളിക്കൂളിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 കൊണ്ട്, 2 ആണ് ഏറ്റവും സിംപിൾസ്റ്റ് നമ്പർ ഇവിടെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ CH3. ഓക്കെ, ഈത്തീൻ എന്ന മോളിക്കൂളിന്റെ മോളിക്കുലർ ഫോർമുല C2H4 ആണ്. അവിടെയും ആ നമ്പർ 2 ആണ്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് CH2. ഈത്തീന്റെ എംപിരിക്കൽ ഫോർമുല CH2 ആണ്, മോളിക്കുലർ ഫോർമുല C2H4 ആണ്, നമ്പർ 2 ആണ്. മനസ്സിലായി. അസറ്റിക് ആസിഡ് മോളിക്കുലർ ഫോർമുല CH3COH. അപ്പൊ അതിൽ നിന്ന് എംപിരിക്കൽ ഫോർമുലയിൽ എത്തണമെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. കാർബൺ 1 2, ഹൈഡ്രജൻ 3 1 4, ഓക്സിജൻ 2. അപ്പോ മോളിക്കുലർ ഫോർമുല ആക്ച്വലി CH3COH തന്നെയാണ്. ഇവിടെ നമുക്ക് ഒന്ന് സിംപ്ലസ്റ്റ് ആക്കിയതിനു ശേഷം, ഒന്ന് അറേഞ്ചിന് ശേഷം മാത്രം നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോയിലേക്ക് വരണം. സോ സിംപ്ലസ്റ്റ് റേഷ്യോയിലേക്ക് ഇനി വരാം. 2 കൊണ്ട്, 2 ആണ് നമ്പർ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് C ആയി, H2 ആയി, O ആയി. ഓക്കെ, 2.
ഹൈഡ്രജൻ പെറോക്സൈഡ് മോളിക്കുലർ ഫോർമുല H2O2 ആണ്. അവിടെയും സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടണമെങ്കിൽ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കണം. സോ HO. വാട്ടർ H2O. വാട്ടറിന്റെ ഫോർമുല കണ്ടാൽ അറിയാം, അതിനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. സോ വാട്ടറിന്റെ എംപിരിക്കൽ ഫോർമുലയും H2O തന്നെ. സോ നമ്പർ 1. മീത്തേൻ മോളിക്കുലർ ഫോർമുല CH4. അവിടെയും ഇനി സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ലെന്ന് കണ്ടാൽ അറിയാം. സോ CH4 തന്നെ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഓൺവേർഡ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് ഒരെണ്ണം ഇങ്ങനെ, അസറ്റിക് ആസിഡിന്റെ എംപിരിക്കൽ ഫോർമുല ഏതാണ്, ഇല്ലെങ്കിൽ അസറ്റിക് ആസിഡിന്റെ മോളിക്കുലർ ഫോർമുല കണക്ട് ചെയ്യുന്ന നമ്പർ ഏതാണ്, അതൊരു ടൈപ്പ് ചോദ്യം. ഇനി വേറൊരു ടൈപ്പ് ചോദ്യം, അസറ്റിക് ആസിഡിന്റെ എംപിരിക്കൽ ഫോർമുല CH2O ആണ്, അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുലയും CH2O ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. അതായത് എംപിരിക്കൽ ഫോർമുല സെയിം ആയിരിക്കുന്ന പെയർ ഓഫ് മോളിക്യൂൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ എംപിരിക്കൽ ഫോർമുല CH2 ആയിട്ട് വരുന്ന ഗ്ലൂക്കോസിനും അത് തന്നെയാണ്, അസറ്റിക് ആസിഡിനും അത് തന്നെയാണ്. ഇനി അതുപോലത്തെ ചോദ്യങ്ങൾ, ഇനി വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്പർ വെച്ചും ചോദ്യങ്ങൾ ചോദിക്കാം. ഗ്ലൂക്കോസിന്റെ നമ്പർ 6 ആണ്. എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലർ ഫോർമുല എത്തണമെങ്കിൽ ആ നമ്പർ 6 ആണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ, അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു 3 മാർക്കിന്റെ ചോദ്യമായിട്ടോ 4 മാർക്കിന്റെ ചോദ്യമായിട്ടോ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറയും. കുറെ എലമെന്റിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ ഒക്കെ തന്നതിന് ശേഷം കാർബൺ ഇത്ര ശതമാനം ഉണ്ട്, ഹൈഡ്രജൻ ഇത്ര ശതമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ്. അതിനുശേഷം നമ്പർ കൂടെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് മോളിക്കുലർ ഫോർമുലയിൽ എത്താൻ കഴിയുള്ളൂ. ഇനി ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ, ആ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോളിക്കുലാർ മാസ് തന്നിരിക്കണം. സോ മോളിക്കുലാർ മാസ് divided by empirical formula mass. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കേണ്ടി വരും. എംപിരിക്കൽ ഫോർമുലയെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്പർ ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അതിൽ മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരണം, എംപിരിക്കൽ ഫോർമുല മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എംപിരിക്കൽ ഫോർമുല നമ്മൾ ആൾറെഡി കണ്ടുപിടിക്കുന്നുണ്ട്. ഉദാഹരണം, CH3യുടെ എംപിരിക്കൽ ഫോർമുല മാസ് ചോദിച്ചാൽ കാർബണിന്റെ 12 പ്ലസ് ഹൈഡ്രജന്റെ 1 ഗുണം 3 ഈക്വൽ ടു 15. സോ മീത്തേന്റെ എംപിരിക്കൽ ഫോർമുല മാസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 15 എന്നാണ്. ഈത്തീൻ CH2 കാർബണിന്റെ 12 പ്ലസ് ഹൈഡ്രജന്റെ 2. അപ്പൊ കാർബണിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് 12 ആണ്, 14 ആണ്. അസറ്റിക് ആസിഡ് കാർബണിന്റെ 12 പ്ലസ് ഹൈഡ്രജന്റെ 2 പ്ലസ് ഓക്സിജന്റെ 16 പ്ലസ് 16 2 അല്ലെ 2. അപ്പൊ എത്ര കിട്ടും? 30. ഓക്കെ. അപ്പൊ ഇങ്ങനെ എംപിരിക്കൽ ഫോർമുല അറിയാമെങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ ആകെ തരേണ്ട കാര്യം മോളിക്കുലാർ മാസ് ആണ്. എംപിരിക്കൽ ഫോർമുല മാസ് തരില്ല, കാരണം അത് നമ്മൾ എംപിരിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ടുപിടിച്ചാൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. ഓക്കെ. ഇനി ചില സമയങ്ങളിൽ മോളിക്കുലാർ മാസ് ഡയറക്റ്റ് ആയിട്ട് തരാറില്ല, പകരം വേപ്പർ ഡെൻസിറ്റി തന്നിരിക്കും. എങ്കിൽ 2 into വേപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു മോളിക്കുലാർ മാസ് എന്നൊരു ഫോർമുലയും ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോളിക്കുലാർ മാസ് ഡയറക്റ്റ് തരാതെ വേപ്പർ ഡെൻസിറ്റി തന്നിരുന്നാലും നമ്മൾ മോളിക്കുലാർ മാസിലേക്ക് എത്തുക. മോളിക്കുലാർ മാസ് ഈക്വൽ ടു 2 into വേപ്പർ ഡെൻസിറ്റി എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് മോളിക്കുലാർ മാസിലേക്ക് എത്താം. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കുന്ന ചില പ്രോബ്ലം ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ആകപ്പാട് അറിയേണ്ട ഫോർമുലകൾ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻടു എ നമ്പർ. ഇനി നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇനി മോളിക്കുലർ മാസ് ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ 2 into വേപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു മോളിക്കുലർ മാസ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ശരി, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. An organic compound contains 4.07% hydrogen, 24.27% carbon and the rest of chlorine. If the vapor density is 49.48, what are the empirical formula and molecular formula? Question ഒന്നുകൂടെ വായിക്കാം. An organic compound contains 4.07% hydrogen, 24.27% carbon and the rest of chlorine. എന്ന് വെച്ചാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് 4.07% ഹൈഡ്രജൻ ഉണ്ട്, 24.27% കാർബൺ ഉണ്ട്. ഇനി അവശേഷിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് 100% മൊത്തത്തിലുള്ളതിൽ ബാക്കിയുള്ള ശതമാനം ക്ലോറിൻ ആണ്. റെസ്റ്റ് ഓഫ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 24.2% കാർബണും 4.07% ഹൈഡ്രജനും ഉണ്ട്. അത് ടോട്ടൽ 100% അകത്താണ്. അതായത് ബാക്കിയുള്ളത് എന്താണോ അത് ക്ലോറിൻ ആണ്. If the vapor density is 49.48, what are the empirical formula and molecular formula? Okay. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പല രീതികളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോളം വരച്ചുള്ള രീതിയാണ്. അപ്പോൾ അതില് ആൻസർ ചെയ്യാം. ആദ്യം എലമെന്റിന്റെ സിമ്പൽ എന്ന് എഴുതാം. ഒരു കോളത്തിനകത്ത് എലമെന്റ്. ആ സിമ്പൽ എഴുതുന്ന സമയത്ത് കാർബൺ ഉണ്ടെങ്കിൽ ആദ്യം എഴുതാൻ ശ്രമിക്കുക. കാർബൺ ഉണ്ട്, ശരിയാണ്, കാർബൺ. പിന്നെ ഉള്ളത് ഹൈഡ്രജൻ ആണ്, പിന്നെ ഉള്ളത് ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൈഹൈഡ്രജൻ എന്നോ അല്ലെങ്കിൽ ഡൈക്ലോറിൻ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ സിമ്പൽ എഴുതുന്ന സമയത്ത് ഹൈഡ്രജന് പകരം ഹൈഡ്രജൻ എന്നോ ഡൈഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞാലും എച്ച് എന്നേ എഴുതാവൂ ഇതിനകത്ത്. അതുപോലെ ക്ലോറിനും അതുപോലെ തന്നെയാണ്. ക്ലോറിൻ സാധാരണ നമ്മൾ Cl2 എന്ന് എഴുതാറുണ്ട്, പക്ഷെ നമ്മളിവിടെ എലമെന്റിന്റെ സിമ്പൽ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് Cl എന്ന് മാത്രമേ എഴുതാവൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളം പെർസെന്റേജ് ആണ്. അത് ശരിയായി നോക്കി മനസ്സിലാക്കാം. An organic compound contains 4.07% hydrogen. So ഹൈഡ്രജന്റെ പെർസെന്റേജ് ആണ് 4.07 and 24.27% carbon. So 24.27 and the rest of chlorine. അപ്പോൾ ക്ലോറിൻ ബാക്കിയുള്ളത്, അതായത് 100% ബാക്കിയുള്ളത് മൈനസ് 71.66. ടോട്ടൽ 100% ഇത്രയും പോയാൽ ബാക്കി കിട്ടുന്നത് ക്ലോറിന്റെ എമൗണ്ട് ആണ്. ഓക്കെ, പെർസെന്റേജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനിയുള്ളത് അടുത്തൊരു കോളം അറ്റോമിക് മാസ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. കാർബണിന്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജന്റെ 1, ക്ലോറിന്റെ 35.5. ഓക്കെ, ഇനി അടുത്ത കോളത്തിനാണ് ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അതായത് ഈ കോളം ഡിവൈഡഡ് ബൈ ഈ കോളം, പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അതിന് പകരം നമ്മൾ സാധാരണ നമ്പർ ഓഫ് മോൾസ് എന്നും പറയാറുണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ആണ്. പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് നമുക്ക് ചെയ്ത് നോക്കാം. 24.27 divided by 12 equal to 4.07 divided by 1 equal to 71.66 divided by 35.5
ഈക്വൽ ടു ഓക്കെ അത് ഇത് ചെയ്യാം 24.27 divided by 12 equal to 2.02 അടുത്ത 4.07 divided by 4.07 അടുത്തത് 71.66 divided by 35.5 2.01 ഓക്കെ അപ്പൊ നിങ്ങളിവിടെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതരുത്. അതായത് 2.02 പകരം 2 എന്ന് എഴുതരുത്, 4.07 വരെ 4 എന്ന് എഴുതരുത്. അങ്ങനെ അതായത് ആ ആക്ച്വൽ നമ്പേഴ്സ് തന്നെ അവിടെ എടുത്തെഴുതിയിരിക്കണം. റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല, ഇവിടെ വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് 2.02നെ 2.02 തന്നെ എഴുതണം, അല്ലാതെ 2 എന്ന് എഴുതാൻ പാടില്ല. ഓക്കെ ഇനി അടുത്തൊരു കോളം റിലേറ്റീവ് നമ്പർ ഓഫ് മോഡ്സ്. ഓക്കെ അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് റേഷ്യോ എന്നും പറയാം. സിംപ്ലസ്റ്റ് റേഷ്യോ. ഓക്കെ അപ്പൊ കോളമായിട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള കോളം നമുക്ക് മനസ്സിലായി. ആദ്യത്തെ കോളം എലമെന്റ് ആണ്, അവിടെ എലമെന്റിന്റെ സിമ്പിൾ ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H എന്നേ റെപ്രസെന്റ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കോളം പെർസെന്റേജ് ആണ്, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. മൂന്നാമത്തെ കോളം അറ്റോമിക് മാസ് ആണ്, അതും നമ്മൾ പഠിച്ചുകൊണ്ട് പോവേണ്ടതാണ്. നാലാമത്തെ കോളം നമ്പർ ഓഫ് മോൾസ് ആണ്, അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ പെർസെന്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്. അടുത്ത അഞ്ചാമത്തെ കോളം റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ കിട്ടിയ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നമ്പേഴ്സിൽ വെച്ച് ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഈ കോളം ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നമ്പേഴ്സിൽ വെച്ച് ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് ഈ മൂന്നിനെയും ഡിവൈഡ് ചെയ്യുക. ഓക്കെ അപ്പൊ നമുക്ക് പരിശോധിക്കാം. 2.02, 4.07, 2.01. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 2.01 ആണ്. ആ 2.01 കൊണ്ട് ഇതിനെയും ഡിവൈഡ് ചെയ്യുക. സോ 2.02 divided by 2.01 equal to 4.07 divided by 2.01 equal to 2.01 divided by 2.01 equal to ഇത് 1 ആണ്. ഇനി ഇവിടെ കിട്ടുന്ന നമ്പേഴ്സ് 4.07 divided by 2.01 equal to 2.02 2. ഓക്കെ അപ്പൊ അവിടുത്തെ പ്രത്യേകത, അവിടുത്തെ നമ്പേഴ്സിനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല. ഇവിടെ ആൾമോസ്റ്റ് ആ നമ്പേഴ്സ് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ അപ്പൊ ഓരോ കോളം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. കോളം വരച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം എലമെന്റിന്റെ കോളം വേണം, രണ്ടാമത്തെ പെർസെന്റേജ്, മൂന്നാമത്തെ അറ്റോമിക് മാസ്, നാലാമത്തെ നമ്പർ ഓഫ് മോൾസ് ആണ്. അത് കണ്ടുപിടിക്കുന്നത് പെർസെന്റേജ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് ആണ്. അവിടുത്തെ കിട്ടുന്ന നമ്പേഴ്സിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. ഇനി അടുത്ത അഞ്ചാമത്തെ കോളത്തിനകത്ത് റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് ആണ്, അല്ലെങ്കിൽ അതിനെ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയും. അവിടെ കിട്ടുന്ന നമ്പേഴ്സിനെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുക. ഇനി എടുത്തെഴുതാം നമുക്ക്. എങ്കിൽ എംപിരിക്കൽ ഫോർമുല എന്താണ്? ഈക്വൽ ടു കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ. കാർബൺ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 2, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. ഓക്കെ ഇങ്ങനെ എടുത്തെഴുതുന്നതിനെയാണ് സോറി 2.02 by 2.01. ശരി, അപ്പൊ ഇങ്ങനെ എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്ന് ഉദ്ദേശിക്കുന്നത്. കാർബൺ 2.02 divided by 2.01 അത് 1 ആണ്. സോ എംപിരിക്കൽ ഫോർമുല ഈക്വൽ ടു CH2Cl ആണ്. ഇനി അടുത്ത കാര്യം, നമുക്കറിയാം എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞു. ഇനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുക. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു നമ്പർ വേണം. ഓക്കെ ഇപ്പൊ എംപിരിക്കൽ ഫോർമുല എന്തായാലും തയ്യാറായിട്ടുണ്ട്. ഇനി നമ്പറിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ ഫോർമുലയിൽ എത്താം. ഇനി നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം മനസ്സിലായിട്ടുണ്ട്. മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. സോ നമ്പർ ഈക്വൽ ടു മോളിക്കുലർ മാസ് by empirical formula mass equal to, ഇനി മോളിക്കുലർ മാസ് ക്വസ്റ്റ്യനിലില്ല, പകരം വേപ്പർ ഡെൻസിറ്റിയേ ഉള്ളൂ. വേപ്പർ ഡെൻസിറ്റിയുടെ വാല്യൂ 49.48 ആണ്. സോ എങ്കിൽ വേപ്പർ ഡെൻസിറ്റി അറിയാമെങ്കിൽ മോളിക്കുലർ മാസ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ 2 into വേപ്പർ ഡെൻസിറ്റി എന്ന ഫോർമുലയിലൂടെ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടും. സോ n equal to 2 into മോളിക്കുലർ മാസ് 49.48 divided by, ഇനി എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാണെന്ന് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എംപിരിക്കൽ ഫോർമുല CH2Cl ആണ്. സോ എംപിരിക്കൽ ഫോർമുല മാസ്
equal to carbon 12 plus hydrogen 2, fluorine 35.5. So equal to 49.5. Okay, so 49 point equal to, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അറിയാം ടോട്ടൽ 2 കിട്ടും. നമ്പറിന്റെ വാല്യൂ 2 ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഫോർമുലയിലേക്ക് വരാം. എംപിരിക്കൽ ഫോർമുലയുടെ വാല്യൂ റെഡി ആയിട്ടുണ്ട്. CH2Cl ആണ്. നമ്പറിന്റെ വാല്യൂ റെഡി ആയിട്ടുണ്ട് 2 ആണ്. സോ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുലയ്ക്ക് പകരം ഈ വാല്യൂ എഴുതാം ഇൻറ്റു നമ്പറിന് പകരം 2 ഈക്വൽ ടു 2 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ C2 H 2 into 2 4 പിന്നെ Cl2. ഓക്കെ, അപ്പൊ നമുക്ക് മോളിക്കുലർ ഫോർമുല റെഡി ആയിട്ടുണ്ട്. ഓക്കെ ശരി, അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കാം. നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ എന്നാലും നമുക്ക് എളുപ്പമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കോളം വരച്ച് ചെയ്താൽ എളുപ്പമായി. ആദ്യം എലമെന്റിന്റെ കോളം എഴുതുക, പിന്നെ പെർസെന്റേജ് കോളം എഴുതുക, പിന്നെ അറ്റോമിക് മാസ്, നമ്പർ ഓഫ് മോൾസ്, റിലേറ്റീവ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ എടുത്തെഴുതുന്നതാണ് എംപിരിക്കൽ ഫോർമുല. ഇനി മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ എംപിരിക്കൽ ഫോർമുല ഇൻറ്റു നമ്പർ എന്ന് ഉപയോഗിക്കാം. നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന ഫോർമുല ഉപയോഗിക്കാം. മോളിക്കുലർ മാസ് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ വേപ്പർ ഡെൻസിറ്റി കാണും. 2 into വേപ്പർ ഡെൻസിറ്റിയിലൂടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മോളിക്കുലർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല ഡിറ്റർമിനേഷൻ ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 മാർക്കിന്റെ അല്ലെങ്കിൽ 3 മാർക്കിന്റെ പ്രോബ്ലം കൂടെ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് നല്ലവണ്ണം പഠിക്കുക. ഈ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.